കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം. മലയാളികളുടെ പ്രിയങ്കരമായ ഉത്സവമായ ഓണം ചിങ്ങമാസക്കാലത്താണ്. മാസങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ്. സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്രഘടനയെ സൂചിപ്പിക്കുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായാണ് മലയാള മാസമായ ചിങ്ങം വരിക. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസം. ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിൻ്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം. ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണമുണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിൻ്റേതും. തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന മാസം. മലയാളികളുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ്. തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം. മഴക്കോള് മാറി മാനം തെളിയുന്നതിൻ്റെ ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനം കൂടിയാണ്. വർഷത്തിൽ 364 ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ടു. പഞ്ഞകർക്കിടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ഓരോ മലയാളിക്കും. കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത്. കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം. ചിങ്ങമാസത്തെ മലയാള ഭാഷാ മാസം എന്നും അറിയപ്പെടുന്നു. മാത്രമല്ല, കേരളീയർക്ക് ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. പൊന്നിൻ ചിങ്ങം എന്നത് പഴങ്കഥയായി മാറുകയാണ്. നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം. പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ വീട്ടിലെത്തിച്ച് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നതയുടെ മാസം. കർഷക ദിനാഘോഷത്തിന് നാടെങ്ങും ഒരുക്കം ആരംഭിച്ചു. പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മാസത്തിലെ മറ്റൊരു പ്രത്യേകത. ചിങ്ങമാസത്തിൽ പ്രാധാന്യം മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂക്കളവുമായി എത്തുന്ന ഓണക്കാലമാണ്. ചിങ്ങം പിറന്നാൽ പിന്നെ എവിടെയും പൂക്കൾ കൊണ്ട് നിറയും. മലയാളിക്ക് ഓണം വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് അതൊരു വികാരവുമാണ്. മലനാടിൻ്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവേലിൻ്റെ പൂക്കാലമായി. കർക്കിടകത്തിൻ്റെ മഴത്തോറ്റം രാമായണശീലുകളായി പട്ടാഭിഷേകമാടിയ തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമൊട്ടുകൾ വിരിയുകയായി. പൊന്നോണത്തിൻ്റെ വരവറിയിച്ച് അത്തം വന്നെത്തുകയായി. കർക്കിടകത്തിലെ കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം ഇങ്ങെത്തിക്കഴിഞ്ഞു. അത്തത്തിൽ തുടങ്ങി തിരുവോണം വരെയുള്ള ആ 10 നാളുകൾ കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു. മാവേലി മന്നനെ വരവേൽക്കുവാൻ ഓരോ വീട്ടിലും പൂക്കളം ഒരുങ്ങുന്നു. കാട്ടിലും മേട്ടിലും നടന്ന് ശേഖരിച്ച പൂക്കളുടെ കാലം നീങ്ങിയെങ്കിലും അന്യനാടുകളിൽ നിന്നും വിൽപ്പനയ്ക്കായെത്തുന്ന പൂക്കൾ കൊണ്ട് നാം പൂക്കളം തീർക്കുവാൻ തുടങ്ങി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കാണ് അത്തം മുതൽ തുടക്കമാകുന്നത്. തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലും അതിൻ്റേതായ പ്രത്യേക ആചാരങ്ങളും രീതികളും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഓണാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ ദിവസം ആളുകൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പതിവാണ്. കൊച്ചിക്ക് സമീപമുള്ള തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര ഈ ദിവസമാണ് നടക്കുന്നത്. മഹാബലി ചക്രവർത്തി നാടുകാണാൻ എത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണ ദിനത്തിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്കും ഈ ദിവസം അടയാളപ്പെടുത്തുന്നു. ആളുകൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വീടുകൾ പൂക്കളം കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങുന്നത് അത്തം ദിവസം മുതൽക്കാണ്. അത്തം മുതൽ 10-ാം ദിനം വരെ ഓരോ നിറങ്ങളിൽ ഓരോ പൂക്കളാൽ അത്തപ്പൂക്കളം ഒരുങ്ങുന്നു. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിച്ചിരുത്താൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് എന്ന ഐതിഹ്യവുമുണ്ട്. അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂ മാത്രമാണ് അലങ്കരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധ തരം പൂക്കൾ ഒരുക്കുന്നു. ആദ്യത്തെ ദിവസമായ അത്തനാളിൽ ഒരു നിര പൂ മാത്രമേ ഇടാറുള്ളൂ.
ചുവന്ന പൂവിടാനും പാടില്ല. 2-ാം ദിവസം 2 പൂക്കൾ, 3-ാം ദിവസം 3 പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ചോദ്യനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവിൽ തുടങ്ങി 10-ാം ദിവസമാകുമ്പോൾ 10 നിറത്തിലുള്ള പൂവുകൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. ഉത്രാട ദിനത്തിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടുകൂടിയാണ്. സ്നേഹവും സന്തോഷവും പുത്തൻ പ്രതീക്ഷകളും നിറഞ്ഞ ഒരു പുതുവർഷം ഏവർക്കും വന്നണയട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.